ഹായ് ഡിയേഴ്സ്, നമ്മുടെ 4th ചാപ്റ്റർ സീഡ്സ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാം അല്ലേ? നിങ്ങളെപ്പോലുള്ളൊരു മോൻ തന്നെ അവൻ എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക അല്ലേ? അവൻ നട്ട പ്ലാന്റ്സാണ് അത് കേട്ടോ. ഓക്കെ, അപ്പോൾ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വിത്തിനുള്ളിലെ ജീവൻ. അതായത് ഒരു വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു ജീവൻ വരുന്നത്, അതാണ് അങ്ങനെ വന്നൊരു ജീവനെയാണ് അവിടെ നോക്കുന്നത് കേട്ടോ മോന്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, സിമ്പിളാണ്. മെയിനായിട്ട് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു സീഡ്സ്, ഒരു വിത്ത് മുളച്ചിട്ട് അതിന്ന് എങ്ങനെ വലിയൊരു മരമാവുന്നു, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് നമ്മളെ ചുറ്റുപാടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, വെറൈറ്റി ഓഫ് സീഡ്സ്. പംകിൻ സീഡ്, ലേഡീസ് ഫിംഗർ സീഡ്, പീ സീഡ്, ബ്രിഞ്ചാൽ സീഡ്. പംകിൻ മീൻസ് നമ്മളെ മത്തൻ കുരു, ലേഡീസ് ഫിംഗർ വെണ്ട, പീ പയറിൻ്റെ വിത്ത്, ബ്രിഞ്ചാൽ സീഡ് എന്ന് പറഞ്ഞാൽ വഴുതന വിത്ത്. അപ്പോൾ മിസ് 4 ഇവിടെ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താണ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീഡ്സ്. ഒരു സീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മിസ്സിൻ്റെ മക്കളെ മിസ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റാണ് അല്ലേ? ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേസ്, ബോഡി സ്ട്രക്ചർ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളവിടെ നോട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയോ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീഡ്സ്. ഒരു സീഡ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നെയിം ഓഫ് ദ പ്ലാന്റ്, ഏത് പ്ലാന്റിൻ്റെതാണ്. അതുപോലെ കളർ, ആ സീഡിൻ്റെ കളർ ഏതാ, സൈസ്, അതിൻ്റെ സൈസ്, ഷേപ്പ്, ഏത് ഷേപ്പിൽ ഏത് ആകൃതിയിലാണ്, അതർ ഫീച്ചേഴ്സ്, വേറെ എന്തെങ്കിലും പ്രത്യേകത അതിനുണ്ടോ. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീഡ്സ് എന്നുള്ളതിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ നമുക്ക് ഏതെങ്കിലും എക്സാമിന് ഒരു സീഡ് തരികയാണ്, എന്നിട്ട് നമ്മളോട് ഇതുപോലെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു മാംഗോയാണ് നമുക്ക് തന്നത്. അപ്പോൾ മാംഗോൻ്റെ എങ്ങനെ നോക്കാം? നെയിം ഓഫ് ദ പ്ലാന്റ് മാംഗോ, കളറ് ലൈറ്റ് ബ്രൗൺ കളർ, സൈസ് ലാർജ്, അറൗണ്ട് 4 to 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണമെന്നില്ല, സൈസ് എന്നുള്ളത് സ്മോളാ ലാർജാ എന്നുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി. ഇനി ഷേപ്പ്, ഓവൽ ഷേപ്പാണ്, സ്ലൈറ്റ്ലി ഫ്ലാറ്റനഡ്, അതായത് ഓവൽ ഷേപ്പ് മീൻസ് ഗോളാകൃതി, അതുപോലെ സ്ലൈറ്റ്ലി ഫ്ലാറ്റനഡ്, രണ്ടെണ്ണം ഷേപ്പിൽ കൊടുക്കണമെന്നില്ല, ഓവൽ ഷേപ്പ് എന്ന് കൊടുത്താൽ മതി. അതർ ഫീച്ചേഴ്സ്, ഹാർഡ് ഔട്ടർ ഷെൽ, അതിൻ്റെ പുറമേയുള്ള ഭാഗം എന്താ, നല്ല ഹാർഡാണ്, കട്ടി കൂടിയ ഭാഗമാണ്, ഫൈബ്രസ് ടെക്സ്ചറാണ്. ഓക്കെ, അപ്പോൾ മക്കളെ കളറ്, സൈസ്, ഷേപ്പ്, അതർ ഫീച്ചേഴ്സ്, ഫസ്റ്റ് നെയിം ഓഫ് ദ പ്ലാന്റ്, ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു സീഡിനെ പറ്റിയിട്ട് നമ്മളോട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, നമ്മൾ സൺഫ്ലവറിൻ്റെതാവുമ്പോൾ എങ്ങനെയാണ്? നെയിം ഓഫ് ദ പ്ലാന്റ് സൺഫ്ലവർ, കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ്ഡ്, സൈസ് സ്മോൾ ആണ്, ഷേപ്പ് ഓവൽ ഷേപ്പാണ്, അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫേസ്, ലൈറ്റ് വെയ്റ്റ്, അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല മിനുസുള്ള സംഭവമാണ് അതിൻ്റെ പുറം ഭാഗം, ലൈറ്റ് വെയ്റ്റ് ആണ്, തീരെ കനമില്ലാത്ത സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളോട് ഏതെങ്കിലും ഒരു സീഡ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സീഡ്സ് ആയിരിക്കും, അതിൻ്റെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക കേട്ടോ. ഇനി നെക്സ്റ്റ്, ആപ്പിൾ, കളർ ബ്രൗൺ ആണ്, സൈസ് സ്മോള്, ഷേപ്പ് ടിയർ ഡ്രോപ്പ്, കണ്ണുനീർ തുള്ളി പോലെയുള്ള ഷേപ്പാണ്, അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫേസ്, ഹാർഡ്, നല്ല സ്മൂത്തായിട്ടാണ് അതിൻ്റെ പുറം ഭാഗം നിൽക്കുന്നത്, കുറച്ച് ഹാർഡും കൂടെയാണ്. ഇനി നെക്സ്റ്റ്, ടൊമാറ്റോ, യെല്ലോയിഷ് ബ്രൗൺ ആണ്, ടൈനി മീൻസ് കുഞ്ഞു സാധനമാണ്, ഷേപ്പ് ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക്, അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫേസ്, സ്ലൈറ്റ്ലി സ്റ്റിക്കി വെൻ ഫ്രഷ്. ഓക്കെ, നമ്മളെ ടൊമാറ്റോക്ക് അകത്ത് നമുക്ക് കാണാം കുഞ്ഞു സീഡാണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് പീ സീഡാണ്, ഗ്രീൻ കളറാണ്, മീഡിയം സൈസാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ്, അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫേസ് ആണ് കേട്ടോ. ഇനി നെയിം ഓഫ് ദ പ്ലാന്റ് കോണിൻ്റെ കളറ് യെല്ലോ ഓർ വൈറ്റ്, മീഡിയം സൈസ്, ഓവൽ ഷേപ്പ്, ഹാർഡ് ഔട്ടർ ഷെല്ലാണ്, അതുപോലെ സ്മൂത്ത് സർഫേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണം മിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആ 5 ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഏത് സീഡിൻ്റേത് ചോദിച്ചാലും അത് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ.